ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല പരിപ്പ് പ്രഥമൻ റെസിപ്പിയാണ്. ഈ വീഡിയോയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ശർക്കര പാനി ചേർക്കണതിന് തൊട്ട് മുമ്പ് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള കടലപ്പരിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം. വേഗണേന് മുന്നേ ശർക്കരപ്പാനി ഒഴിക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പിന്നെ പരിപ്പ് കറക്റ്റായിട്ട് വേഗില്ല. അതിങ്ങനെ കട്ടകട്ടയായിട്ട് ഇങ്ങനെ കല്ല് പോലെ കിടക്കും. പിന്നെ അതൊന്നിനും കൊള്ളില്ല, പായസം ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് പോയി കണ്ടു നോക്കാം. ഇതുപോലൊരു ഉരുളിയിലോട്ട് അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള നല്ലൊരു പാനിലോട്ട് 1-1.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായ നെയ്യിലോട്ട് 1-1.5 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് ചേർക്കണ്ട. അതേ നെയ്യിലോട്ട് കുറച്ച് കാഷ്നട്ട്സും കൂടി ഇട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവട്ടെ. ഇതുപോലെ ബലൂൺ പിള്ള വീർക്കാൻ തുടങ്ങുമ്പോൾ അപ്പം തന്നെ നമുക്ക് മാറ്റാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 300 ഗ്രാം കടലപ്പരിപ്പ്, അതായത് ചന ഡാൾ. ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 20-25 മിനിറ്റ് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ആ വെള്ളമെല്ലാം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചൂടായ നെയ്യിലോട്ട് ഇതിനെ ഇട്ട് കൊടുക്കാം. ഇതിനെ 3-4 മിനിറ്റ് ഇതുപോലെ മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് തീ കൂടി പോകാണ്ടും നോക്കണം, പിന്നെ ഇത് കരിഞ്ഞു പോകാണ്ടും നോക്കണം. ഇതിപ്പോൾ ഏകദേശം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒന്നും തന്നെ മാറിയിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഇത് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്, പക്ഷേ ഇന്ന് ഞാൻ ഉരുളിയിലിട്ട് തന്നെയാണ് വേവിക്കുന്നത്. അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ഉരുളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്നിട്ടുള്ള സാധാരണ ഒരു അടിക്കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാനിലിട്ട് വേവിച്ചാലും മതി. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന പായസം കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്ന പായസത്തിനേലും. ഇത് വേവിച്ചെടുക്കാനായിട്ട് 3.5 കപ്പ് മൂന്നാം പാലാണ് ഒഴിക്കുന്നത്. മൂന്നാം പാലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്ന മൂന്നാമത്തെ പ്രാവശ്യം അരച്ചെടുക്കുന്ന തേങ്ങാപ്പാലിനെയാണ്. വളരെ ലൂസായിരിക്കും, വെള്ളം പോലെ ഇരിക്കും ഏകദേശം. അതാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. സാധാരണ എല്ലാവരും വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കാറുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനത്തെ ലൂസായിട്ടുള്ള മൂന്നാം പാൽ ഒഴിച്ചിട്ടാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പായസത്തിനേലൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു 3.5 കപ്പ് പാല് മാത്രം പോരാട്ടോ, കുറച്ചും കൂടെ ചൂടുവെള്ളം അതിങ്ങനെ ഇപ്പോൾ ഒഴിക്കണ്ട. അതിങ്ങനെ വറ്റി വരുമ്പോൾ വേഗണനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനൊരു പ്രത്യേക കണക്കൊന്നുമില്ല, അത് ആവശ്യം അനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ മൂടി വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ച് വേവിച്ചാലും മതി. വെള്ളം വറ്റാണ്ട് നോക്കണം. വറ്റും എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം അതനുസരിച്ച് ഒഴിച്ചെടുത്ത് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അതൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിനോ ടെക്സ്ചറിനോ കൺസിസ്റ്റൻസിക്കോ ഒരു പ്രശ്നം വരില്ല. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ ഉടച്ചെടുക്കാം. സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ച് ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത പരിപ്പാണെങ്കിൽ ഇതുപോലെ ഉടഞ്ഞു കിട്ടും. നന്നായിട്ട് വേകണം, എന്നാൽ മാത്രമാണ് നമ്മുടെ പായസത്തിന് ആ ഒരു കറക്റ്റായിട്ടുള്ള രുചി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 90-95% എല്ലാ കടലപ്പരിപ്പും നന്നായിട്ട് ഉടച്ചെടുക്കുക. കുറച്ച് മാത്രം മാറ്റി വയ്ക്കുക. അതൊരു ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ വേണമെങ്കിൽ അതുപോലെ ചെയ്യാം. മിക്സിയിലിട്ടൊന്നും മരക്കേണ്ട ആവശ്യമില്ല. സ്പൂണിൻ്റെ ബാക്ക് വെച്ച് തന്നെ ഉടച്ചെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും നല്ല ടേസ്റ്റും കിട്ടുക. പിന്നെ കടലപ്പരിപ്പ് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്രയും നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നല്ല കട്ട മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്ര കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി ശർക്കര വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി അതല്ല, എന്നെപ്പോലെ അധികം കട്ട മധുരം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതിലോട്ട് ഇപ്പോൾ 300-310 ഗ്രാം കടലപ്പരിപ്പാണല്ലോ നമ്മൾ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു 500 അല്ലെങ്കിൽ 510 ഗ്രാം ശർക്കര മാത്രമാണ് ഉരുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലോട്ട് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ ചവ്വരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ കൂടെ നന്നായിട്ട് വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനിയുടെ കൂടെ ചേർക്കാം. ശർക്കരപ്പാനി ചേർത്തൊന്നും വെച്ചിട്ട് ചവരി വേകാണ്ടിരിക്കുകയൊന്നുമില്ല. ഈ പായസത്തിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും ചവരി നല്ല കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ടാവും.
ഇതുപോലെ നല്ല സമയമെടുത്ത് മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ശർക്കര പാനിയിൽ നന്നായിട്ട് വരട്ടി എടുക്കണം. ഇതുപോലെ നല്ല കുറുക്കിയെടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ പായസത്തിന് ഏറ്റവും രുചി ഉണ്ടാവുക. ഇതുപോലെ ഇങ്ങനെ പൊട്ടി തുടങ്ങുന്ന ഒരു സ്റ്റേജ് വരും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലോട്ട് 1-1.5 ടീസ്പൂൺ കൂടെ നെയ്യും കൂടെ ചേർക്കാം. അപ്പോൾ വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, അതായത് രണ്ടാം പാലാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം 2 മുതൽ 2.25 കപ്പ് വരെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ചെറുതായി കുറുകി കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ് പ്രഥമൻ ഇരിക്കും തോറും കുറുകി വരുന്നൊരു പായസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ട പിടിച്ചിരിക്കരുത്, അതേസമയം ഭയങ്കര വെള്ളം പോലെ ലൂസാക്കിയും എടുക്കരുത്. ഇതുപോലെ ചെറുതായി കുറുകനെ എടുത്തിട്ടുണ്ട്, ഒരുപാട് കട്ട പിടിച്ചിട്ടും ഇല്ല. ഏകദേശം 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 2 നുള്ള് ചുക്കുപൊടി, 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിപ്പോൾ പായസത്തിൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറുകനെയുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ 1/4 കപ്പാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഈ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്, അത് തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ പരുവം ഈ ഒരു രീതിയിലാവണം. ഇത് ഇരിക്കും തോറും കുറുകി വരും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട്സും റീസൻസും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിരുചികരമായിട്ടുള്ള കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ശരിക്കും സദ്യകൾക്കൊക്കെ കിട്ടുന്ന പോലെ അതേ രീതിയിലാണ്. വളരെയധികം രുചിയുള്ള ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പി വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണാം. ബൈ.